തിരുവനന്തപുരം മൃഗശാലയിൽ കടുവയുടെ ആക്രമണത്തിൽ ജീവനക്കാരന് പരിക്കേറ്റു. കൂട്ടിലെ അഴിക്കിടയിലൂടെ നഖം ഉപയോഗിച്ച് തലയിൽ മാന്തുകയായിരുന്നു. കൂട് കഴുകാനെത്തിയ സൂപ്പർവൈസർ രാമചന്ദ്രനാണ് പരിക്കേറ്റത്. ഇയാളുടെ തലയിൽ 4 തുന്നലുണ്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ നൽകും. സാരംഗ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഇത്തരത്തിൽ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ജീവനക്കാരനെയാണ് കടുവ ആക്രമിച്ചത്. ഇത്തരത്തിൽ കൂട് കഴുകുന്നതിനിടയിലാണ് കടുവ ഈ കമ്പിക്കിടയിലൂടെ കൈ കടത്തിക്കൊണ്ട് ഈ നഖം വെച്ച് മാന്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. 4 സ്റ്റിച്ച് ഉണ്ടെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായി ലഭ്യമായിട്ടില്ല. മാത്രമല്ല, അതൊരു സൂപ്പർവൈസറാണ്, രാമചന്ദ്രൻ എന്ന പേരുള്ള സൂപ്പർവൈസർക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഉടൻ തന്നെ കൂടുതൽ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ ഉടൻ തന്നെ അവിടുന്ന് മാറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റിച്ചിട്ടതിനു ശേഷം ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം. നിലവിൽ ആരോഗ്യസ്ഥിതി അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മൃഗശാലയിൽ കടുവയുടെ ആക്രമണത്തിൽ ജീവനക്കാരന് പരിക്കേറ്റു. കൂട്ടിലെ അഴിക്കിടയിലൂടെ നഖം ഉപയോഗിച്ച് തലയിൽ മാന്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കൂട് കഴുകാനെത്തിയ സൂപ്പർവൈസർ രാമചന്ദ്രനാണ് പരിക്കേറ്റത്. ഇയാളുടെ തലയിൽ 4 തുന്നലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. സാരംഗ് സുധാകരൻ ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, ഈ മൃഗങ്ങൾക്ക് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളുണ്ടാകും. ഈ പരിക്കേറ്റ രാമചന്ദ്രൻ സ്ഥിരമായി ആ കൂട്ടിലെത്തുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണോ, അല്ലെങ്കിൽ പുതുതായി എത്തിയതാണോ? അങ്ങനെ ആകുമ്പോൾ സാധാരണ ഈ മൃഗങ്ങളൊക്കെ എങ്ങനെ അക്രമ സ്വഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള കടുവ പോലെയുള്ള സംരക്ഷിത മൃഗങ്ങൾക്ക് സ്ഥിരമായി ഒരേ ജീവനക്കാർ തന്നെയാണ് അവരെ ശുശ്രൂഷിക്കുന്നതും ഒപ്പം തന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം നൽകുന്നതൊക്കെ ഒരേ സ്ഥിരമായിട്ടുള്ള ജീവനക്കാർ തന്നെയായിരിക്കും. പക്ഷേ ഇത്തരത്തിലൊരു ഒരു ജീവനക്കാരൻ വരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. പക്ഷേ അത്തരത്തിലൊരു പുതിയതായിട്ടുള്ള ഒരു ജീവനക്കാരനാണോ ഇത്തരത്തിൽ ഇങ്ങനെ കൂട് കഴുകാനായി എത്തിയത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം അതിനുള്ളൊരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഇത്തരത്തിൽ ഇതിനു മുൻപൊന്നും അങ്ങനെയുള്ള ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. യാതൊരുവിധ ഇത്തരത്തിലുള്ള ഒരു പ്രൊവക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണം, എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം, കടുവയുടെ ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ കടുവയെ ഉപദ്രവിക്കുന്നത്. അതായത് ഈ കടുവ ഇതിനു മുൻപ് ഇത്തരത്തിൽ ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല എന്നാണോ അറിയാൻ സാധിച്ചത് സാരംഗ്? നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. നമുക്കറിയില്ല, കാരണം പരിക്ക് പറ്റുമ്പോഴും ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് വിവരങ്ങൾ പുറത്തേക്ക് ലഭിക്കുക. അല്ലാത്ത പക്ഷം ആക്രമണ സ്വഭാവം കാണിക്കുന്ന ഒരു കടുവയാണോ, അല്ല അത്തരത്തിൽ അങ്ങനെ ഒരു കൂടുതൽ നിരീക്ഷണം ആവശ്യമുള്ള ഒരു കടുവയാണോ എന്നൊന്നും നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആക്രമണം സംഭവിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് മാറ്റുന്ന നടപടികളും ഒപ്പം തന്നെ ഇതിന്റെ പിന്നിൽ, അതായത് ഈ ജീവനക്കാരൻ പ്രകോപനപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കടുവയുടെ നേർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കൂടുതൽ ഇതിന് പിന്നാമ്പുറങ്ങളിൽ ഒരു അന്വേഷണം നടന്നാൽ ഈ കടുവയെ നിരീക്ഷിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കടുവയെ മറ്റു കൂട്ടിലോട്ട് വല്ലതും മാറ്റിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ സാരംഗ്? നിലവിൽ കടുവ ആ കൂട്ടിൽ തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു ജീവനക്കാരന് പെട്ടെന്ന് ശുശ്രൂഷ, അതായത് ഈ ഒരു വൈദ്യസഹായം ലഭ്യമാക്കുക എന്നതായിരുന്നു പ്രാഥമികമായും മൃഗശാലകളുടെ അധികൃതർ ശ്രദ്ധ ചെലുത്തിയത്. അതിനുശേഷമാണ്, കാരണം കടുവ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അഴികൾക്കിടയിലൂടെയാണ് ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കടുവയുടെ കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉടനടി ജീവനക്കാർക്ക് എടുക്കുന്നതിലും കുറെ പരിമിതികളുണ്ട്. അതെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് സാധാരണ ഇത്തരം മൃഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മൃഗങ്ങളെ പരിപാലിക്കുന്ന ഒരാളുണ്ടാകും, അവരുമായി ഈ മൃഗങ്ങളൊക്കെ പെട്ടെന്ന് ഇണങ്ങുമെന്നാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയല്ല, ഇത് പുതിയൊരാളാണെങ്കിൽ ഒരു പക്ഷേ ഈ മൃഗം തന്നെ ഉപദ്രവിക്കാൻ വന്ന ഒരാളാണ് എന്ന് കരുതി ചെയ്തതാകാം. അതല്ല എങ്കിൽ ഒരു പക്ഷേ ജീവനക്കാരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ആ കാര്യത്തിൽ ഒന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലല്ലോ, അല്ലേ? ഇല്ല, അത്തരത്തിലുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ലഭ്യമാണെന്നില്ല. CCTV അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനയും മറ്റും നടത്തിയാൽ മാത്രമേ ഇതിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കൂടുതൽ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പരിക്ക്, ഗുരുതരമായ ഒരു പരിക്കിലേക്ക്, ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയില്ല എന്ന് തന്നെ വലിയൊരു ഭാഗ്യവശാൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും തലയ്ക്കാണ് പരിക്കേറ്റത്, തലയ്ക്കാണ് മാന്തു കൊണ്ടിട്ടുള്ളത്. പക്ഷെ 4 സ്റ്റിച്ചുകൾ അദ്ദേഹത്തിന്റെ തലയിൽ
ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷമായിരിക്കും ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നുള്ള അദ്ദേഹവും പിന്നെ ഒപ്പം ഒറ്റയ്ക്കായിരിക്കില്ല. അത്തരം കൂട് കഴിയുന്ന സാഹചര്യമൊക്കെ പല ജീവനക്കാർ ഒപ്പം ഉണ്ടായിട്ടായിരിക്കാം ഇത്തരത്തിൽ കൂട് കഴിയുന്നത്. മൃഗശാലയിലെ വെറ്റിനറി ഡോക്ടർ നികേഷ് കിരൺ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ നികേഷ്, ഇത് ഈ സാധാരണ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു അല്ലെങ്കിൽ മൃഗമാണോ ഈ ഇപ്പോൾ ആക്രമണം നടത്തിയ കടുവ, അല്ലെങ്കിൽ ആദ്യത്തെ സംഭവമാണോ? താങ്കൾക്ക് അറിയാമോ? ഇത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുവയായിരുന്നു. അത് അങ്ങനെ ആക്രമണകാരിയായ പ്രത്യേക സ്വഭാവം എന്ന് പറയാൻ കഴിയില്ല. എല്ലാ വൈൽഡ് അനിമലും ആക്രമണകാരികൾ തന്നെയാണ്. അപ്പോ അതിന്റെ ഒരു പ്രത്യേക സ്വഭാവമായിട്ട് പറയാനില്ല. അല്ല, ഇത്തരം സംഭവം ഈ ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ, ഇത് ആദ്യമായിട്ടാണ്. അപ്പോ ഇത് അങ്ങനെ ഒരു മേജർ ഇൻസിഡന്റ് അല്ല. രാവിലെ കൂട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കടുവ കൈയിട്ടൊന്ന് മാന്തിയായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു മേജർ ഇൻസിഡന്റ് അല്ല അത്. അല്ല, ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജീവനക്കാരൻ തന്നെയാണോ സ്ഥിരമായി ഈ ആക്രമണം നടത്തിയ കടുവയുടെ കൂട് വൃത്തിയാക്കാനൊക്കെ പോകുന്നത്? നേരത്തെ അദ്ദേഹമായിരുന്നു അവിടുത്തെ കീപ്പർ. ഇപ്പോൾ അദ്ദേഹം സൂപ്പർവൈസറായി മാറിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് പുള്ളി അവിടെ ജീവനക്കാരുടെ കുറവുള്ള സമയത്ത് അവിടെ വൃത്തിയാക്കാറുണ്ട്. സാധാരണ, എനിക്ക് വലിയ വ്യക്തതയില്ല, എന്നാൽ പോലും ചോദിക്കട്ടെ, സാധാരണ ഈ ഇത്തരം കൂട് വൃത്തിയാക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ പോകുന്ന ആളുകളുമായി, സ്ഥിരം കാണുന്ന ആളുകളുമായി ഈ മൃഗങ്ങളൊക്കെ പെട്ടെന്ന് ഇണങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അത് സാധ്യത കുറവാണ്. അങ്ങനെയില്ല. വൈൽഡ് അനിമൽസിന് ഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സ്ഥിരമായിട്ട് അനിമൽസ് ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ കുറച്ചൊരു കണ്ടീഷനിങ് ഉണ്ടാവും. അവരെ കണ്ടാലും അങ്ങനെ ആക്രമിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ വൈൽഡ് അനിമലാണ്, എത്ര ആയാലും അതിനൊരു സാഹചര്യം കിട്ടിയാൽ അറ്റാക്ക് ചെയ്യും. ഈ രാമചന്ദ്രന്റെ പരിക്കത് ഗുരുതരമാണോ? അല്ല, ഗുരുതരമായ പരിക്കില്ല. വളരെ ചെറിയ തൊലിപ്പുറത്തുണ്ടായ ഒരു പോറലാണത്. വലിയ കാര്യമായ പരിക്കില്ല. ഈ കടുവയെ നിരീക്ഷിക്കാനുള്ള നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കടുവ അതൊരു പ്രത്യേക സ്വഭാവം കാണിച്ചതല്ല. നോർമൽ ബിഹേവിയർ ആണ്. അപ്പോ ഇനിയിപ്പോ നമുക്ക് അത് ശ്രദ്ധിക്കാൻ വേണ്ടി ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനടുത്തേക്ക് അധികം വളരെ ക്ലോസ് ആയിട്ട് പോയി നിന്ന് വൃത്തിയാക്കാനൊന്നും ശ്രമിക്കേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരി, പ്രത്യേക നിയന്ത്രണമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ശരി, വളരെ നന്ദി ഡോക്ടർ നികേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. മൃഗശാല വെറ്റിനറി ഡോക്ടറാണ് നമ്മളോട് പ്രതികരിച്ചത്.